നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഏതു നിമിഷവും ഒരു കരയുദ്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന മരണമണി ഇസ്രായേൽ അടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആ ഒരു മുഴക്കത്തിന് പിന്നാലെ തന്നെ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയൊരു കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു കൂട്ടരെയും ബാധിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിനായിക്കോട്ടെ, ഹമാസിനായിക്കോട്ടെ, ഹിസ്ബുള്ളയ്ക്കായിക്കോട്ടെ വലിയ രീതിയിലുള്ളൊരു രോക്ഷത്തിന് പിന്നാലെ ഉണ്ടാകുന്ന യുദ്ധത്തിന് വലിയ നാശനഷ്ടമായിരിക്കും സംഭവിക്കുക എന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുകയാണ്. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ തീവ്ര ശ്രമം നടക്കുന്നു. എന്നാൽ ലബനന് നേരെയുള്ള സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇസ്രായേൽ. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹമാസ് തലവൻ യഹിയ സിൻവാർ അറിയിച്ചിരിക്കുന്നത്. പിന്നാലെ തന്നെ ഏതു നിമിഷവും യുദ്ധമുണ്ടാകാനുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് നിലവിൽ. ലബനന് നേരെ തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട നീക്കം തുടരുന്നതായാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത്. ഇന്നലെ ടെല്ലവീവിൽ ഇസ്രായേൽ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകൻ ആമോസ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിരുന്നു. ലബനനെതിരെ വ്യാപക യുദ്ധം മേഖല യുദ്ധമായി മാറുമെന്നും തുടർ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കുമെന്നും ഓസ്റ്റിൻ ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങളുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുകയാണ് പ്രധാനമെന്ന് നെതന്യാഹു പറയുന്നു. സൈനിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഹിസ്ബുള്ളയെ അമർ ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച മിസൈൽ ടെല്ലവീവിൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ. ശക്തമായി പകരം ചോദിക്കുമെന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്. ഹൂതികൾക്ക് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറിയെന്ന ആരോപണം ഇറാന്റെ പ്രസിഡന്റ് നിഷേധിച്ചു. എന്നാൽ യമൻ ജനത ഫലസ്തീൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഹമാസ് നേതാവ് യഹിയ സിൻവാർ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേരെ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹൂതി നേതൃത്വത്തിന് കൈമാറിയ കത്തിൽ യഹിയ സിൻവാർ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ സൈന്യം ഗാസയിലുടനീളം ആക്രമണം തുടരുകയാണ്. നുസ്രത്ത് ക്യാമ്പിൽ കഴിഞ്ഞ 10 പേർ മരിക്കുകയുണ്ടായി. ഗസ സിറ്റിയിലെ സെയ്ഡൌൺ, ഷേഖ് റദ്വാൻ എന്നീ നഗരങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായും അതിന്മേൽ ആശയവിനിമയം തുടരുന്നതായും US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഒരു യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതായത് ഹിസ്ബുള്ളയും ഹമാസും ഒരു കാരണവശാലും അടങ്ങാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഹിസ്ബുള്ള വലിയ രീതിയിലുള്ള ഒരു ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നാൽ കാര്യമില്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ ആകാശ മാർഗമുള്ള യുദ്ധം നടത്തിയതിനു ശേഷം വേണം കരയുദ്ധം ആരംഭിക്കാനെന്നുള്ള നിർദ്ദേശങ്ങളും പലതരത്തിൽ വരുന്നുണ്ട്. എന്തായാലും ലബനാനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തുറന്ന യുദ്ധത്തിന് ഇപ്പോൾ തൽക്കാലം പറ്റിയ സമയമല്ല എന്ന് അമേരിക്കയും ആവർത്തിക്കുകയാണ്. എന്തായാലും അമേരിക്കയുടെ വാക്ക് ഇസ്രായേൽ കേൾക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷെ എപ്പോഴും അമേരിക്ക ശക്തമായി തന്നെ ഇസ്രായേലിന് വേണ്ട പിൻബലങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ ഈ അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇപ്പോൾ ഒരു യുദ്ധം വേണ്ട എന്ന് തന്നെയാണ്. കണ്ടറിയാം എന്തായിരിക്കും ഇസ്രായേൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നത്. മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.